ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി പ്ലസ് ടു ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ഫിനിഷ് ചെയ്തിരുന്നു. ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പൊട്ടൻഷ്യലുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചു. അവസാനത്തെ ക്ലാസ്സുകൾ നമ്മൾ കപ്പാസിറ്റൻസ്, അതുപോലെ ഏറ്റവും അവസാനമായി നമ്മൾ വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ എന്നുള്ള കൺസെപ്റ്റ് പഠിച്ചു. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിലെ കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാനാണ്. ഇപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇക്വേഷൻ അതുപോലെ ചാപ്റ്റർ നന്നായിട്ട് നമ്മൾ പഠിച്ച കൂട്ടത്തിൽ അതിൻ്റെ കൺസെപ്റ്റ്സുകളും നന്നായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ നമ്മൾ ആ പ്രോബ്ലത്തിലേക്ക് കടക്കും. നോക്കൂ, പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പറഞ്ഞതാണ്. പ്രോബ്ലം നന്നായി വായിച്ച് ഗിവൺ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് നമ്മൾ പഠിച്ച ഏത് ഭാഗത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കി ആ ഇക്വേഷൻ സെലക്ട് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. പ്രോബ്ലം ഇതാണ്: ഡിറ്റർമിൻ ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ at the surface of a gold nucleus. The radius is 6.6 into 10 raised to minus 15 meter and the atomic number Z is equal to 79. അപ്പോൾ എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിൻ്റെ ഗിവൺ ഡാറ്റാസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്യാവുന്നതാണ്. നമുക്ക് രണ്ട് കാര്യങ്ങളാണെന്നുള്ളത്. ഒരു ഗോൾഡ് ന്യൂക്ലിയസിൻ്റെ സർഫസിലെ പൊട്ടൻഷ്യൽ കാണാനാണ്. പൊട്ടൻഷ്യലുമായി റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ഓർക്കുക. തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. ഒന്ന് റേഡിയസ് ആണ്, ഗോൾഡ് ന്യൂക്ലിയസിൻ്റെ റേഡിയസ്. അതുപോലെ തന്നെ ഗോൾഡ് ന്യൂക്ലിയസിൻ്റെ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്താണെന്ന് നമുക്കറിയാം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓർ പ്രോട്ടോൺസ്. ഇപ്പോൾ ന്യൂക്ലിയസ് ആയതുകൊണ്ട് അത് പ്രോട്ടോണിൻ്റെ എണ്ണമായിട്ട് നമുക്ക് എടുക്കാം. പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഒരു സർഫസിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കൂളംസ് ലോ ഫോമാറ്റിൽ പഠിച്ച ഇക്വേഷനാണ് ഇതിന് സൂട്ടാവുക. ഏതായിരിക്കും? V equal to, നമ്മൾ പഠിച്ചിട്ടുണ്ട്, പൊട്ടൻഷ്യൽ V equal to 1/4 pi epsilon 0 Q by R അല്ലേ? ഇപ്പോൾ ഈ ഇക്വേഷനിൽ നേരിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. 1/4 pi epsilon 0ൻ്റെ വാല്യൂ നമുക്കറിയാം. ദറ്റ് ഈസ് ഈക്വൽ ടു 9 into 10 raised 9. ദെൻ ഇവിടെ വരുന്നത് Q ആണ്. Q എന്ന് പറഞ്ഞാൽ ആ ന്യൂക്ലിയസിൻ്റെ ചാർജ് ആണ് അല്ലേ? അപ്പോൾ ചാർജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എത്ര പ്രോട്ടോൺസ് ഉണ്ടോ അതിനെ ആ പ്രോട്ടോണിൻ്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്വാണ്ടൈസേഷൻ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ Q ഈക്വൽ ടു എന്താണ്? N into E അല്ലേ? Q ഈക്വൽ ടു നമുക്കറിയാം, Q ഈക്വൽ ടു എന്താണ്? N into E. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അതാണ് Z അല്ലേ, തന്നിട്ടുണ്ട് 79. അപ്പോൾ നമുക്ക് Qൻ്റെ വാല്യൂടെ N into E എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് N എത്രയാണ്? 79. ദെൻ നമുക്ക് അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് പ്രോട്ടോണിൻ്റെ ചാർജാണ്. പ്രോട്ടോണിൻ്റെ ചാർജ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെ ഒക്കെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. 1.6 into 10 raised to minus 19 കൂളം. ഓൾ ഡിവൈഡഡ് ബൈ, നോക്കൂ ഇനി R നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. R ഈക്വൽ ടു എത്രയാണ്? 6.6 into 10 raised to minus 15 meter. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് ഒരു ന്യൂക്ലിയസിൻ്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെറിക്കൽ ബോഡിയുടെ സർഫസിൽ കാണുന്ന ഇക്വേഷൻ തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ R എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ റേഡിയസ് ഓഫ് ദാറ്റ് സ്ഫിയർ ആയിട്ട് നമ്മൾ എടുക്കാറ്. അപ്പോൾ അതുപോലെ നമുക്ക് ഇതും സോൾവ് ചെയ്യാം. ഇതിനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ. അപ്പോൾ അത് Q ഈക്വൽ ടു N എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുത്ത് നമ്മൾ R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസർ 1.7 into 10 raised to 7 volt ആണ്. ആ കാൽക്കുലേഷൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1.7 into 10 raised to 7 volt അല്ലേ? പൊട്ടൻഷ്യലിലെ യൂണിറ്റ് വോൾട്ട് ആണ് നമുക്കറിയാം. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ഇതുപോലുള്ള ആപ്ലിക്കേഷൻ ലെവലുള്ളത് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം. നമുക്ക് പൊട്ടൻഷ്യലുമായി റിലേറ്റ് ചെയ്യുന്ന അടുത്തൊരു പ്രോബ്ലം നോക്കാം. The electric field at a point due to a point charge is 20 Newton per coulomb and the electric potential at that point is 10 Joule per coulomb. Calculate the distance of the point from the charge and the magnitude of the charge. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കാം. ഒരു പോയിന്റ് ചാർജിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെയുള്ള ഫീൽഡും പൊട്ടൻഷ്യലും തന്നിട്ടുണ്ട് അല്ലേ? ഫീൽഡ് തന്നിട്ടുണ്ട് എത്രയാണ്?
20 ന്യൂട്ടൺ പെർ കൂളം. പൊട്ടൻഷ്യൽ തന്നിട്ടുള്ളത് എത്രയാണ്? 10 ജൂൾ പെർ കൂളം. അങ്ങനെയാണെങ്കിൽ ആ ചാർജ് ഏതാണ്? ആ ചാർജിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലുള്ള ഫീൽഡും പൊട്ടൻഷ്യലുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നോക്കാം, നമുക്കൊരു ചാർജ് Q എന്ന് പറയുന്ന ഒരു ചാർജ്, ആ ചാർജിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഒക്കെ ഉള്ള പോയിന്റായ P, ആ ഡിസ്റ്റൻസ് R എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഫീൽഡ് ഉണ്ട് അല്ലേ, ആ ഫീൽഡ് E. അതുപോലെ ഈ P എന്നുള്ള പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, അതിനെ V എന്ന് കൊടുക്കാം. നമുക്ക് തന്നിട്ടുള്ളത് ഈ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലുമാണ് അല്ലേ. നമുക്ക് കാണേണ്ടത് ഈ ചാർജ് എത്രയാണ്, ഡിസ്റ്റൻസ് എത്രയാണ്. അപ്പോൾ നോക്കൂ, ഡയറക്റ്റ് ഒരു ഇക്വേഷൻ അല്ല. അപ്പോൾ നമുക്ക് ഫീൽഡും പൊട്ടൻഷ്യലും തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഫീൽഡിൻ്റെയും പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എഴുതി നോക്കാം. എന്താ ഫീൽഡിൻ്റെ ഇക്വേഷൻ നോക്കൂ, ഈക്വൽ ടു എന്താണ്? 1/4π ε0 Q/r² അല്ലേ. പൊട്ടൻഷ്യൽ ഇക്വേഷൻ V equal to the same 1/4π ε0 Q/r. നോക്കൂ, ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആൻസർ കിട്ടും. എന്താണ് നോക്കൂ, 2/1 ചെയ്ത് നോക്കാം അല്ലേ. 2/1 ചെയ്താൽ എന്താ കിട്ടുക? പൊട്ടൻഷ്യൽ ബൈ ഫീൽഡ്. ദാറ്റ് മീൻസ് V/E equal to അല്ലേ. LHS അങ്ങനെ ആയിരിക്കും. RHS എന്താ ഉണ്ടാവുക? നമുക്ക് 1/4π ε0 ക്യാൻസൽ ചെയ്യപ്പെടും. ഇവിടെ നമുക്ക് Q/R ക്യാൻസൽ ചെയ്യപ്പെടും. ഒരു R ഉണ്ടാവും അല്ലേ. അപ്പോൾ നോക്കൂ, ഞാനതോടെ വേണമെങ്കിൽ എഴുതാം. Q/R ഉണ്ടാവും. ഇവിടെ എന്താ ഉള്ളത്? Q/r² ഉണ്ടാവും അല്ലേ. Q/r². 1/4π ε0 ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കിയുള്ള ടേംസ് ആണ് അല്ലേ. അപ്പോൾ Q ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്താണ്ടാവും? 1/r × r² ആവും അല്ലേ. 1/r/1/r² മീൻസ് നമുക്ക് എഴുതി നോക്കാം 1/r × r². അപ്പോൾ ഇതിൽ നമുക്ക് r ക്യാൻസൽ ചെയ്തുകൊണ്ട് ഈ ആറിൻ്റെ വാല്യൂ കിട്ടും അല്ലേ. അപ്പോൾ r ഈക്വൽ ടു എത്രയാണ്? ദ ഡിസ്റ്റൻസ് r ഈക്വൽ ടു V/E, ദാറ്റ്സ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ നോക്കൂ എത്ര തന്നിട്ടുള്ളത്? പൊട്ടൻഷ്യൽ തന്നിട്ടുള്ളത് 10 ജൂൾ പെർ കൂളം ആണ്. അപ്പോൾ 10 ബൈ ഫീൽഡ് തന്നിട്ടുള്ളത് 20 ന്യൂട്ടൺ പെർ കൂളം. ദെൻ ദാറ്റ്സ് ഈക്വൽ എത്ര കിട്ടി? 0.5 മീറ്റർ. അപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഡിസ്റ്റൻസ് ആണ് അല്ലേ. നമുക്ക് ചാർജിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഒക്കെ ഫീൽഡും പൊട്ടൻഷ്യലും തന്ന് ആ ഡിസ്റ്റൻസ് എത്രയെന്ന് ചോദിച്ചു. ആ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ആ ചാർജ് എത്രയെന്ന് കൂടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. എങ്ങനെ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാം? ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക, 1 or 2 എടുക്കുക. അതിൽ നമുക്ക് ഫീൽഡ് അറിയാം, ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ ചാർജ് കാണാം. ഞാൻ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എടുത്തു. പൊട്ടൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് Q ഈക്വൽ ടു എന്താ കിട്ടുക? Q ഈക്വൽ ടു നോക്കൂ, Q ഈക്വൽ ടു ഇതിനെ കൂടെ 4π ε0 ഇടുപോലെ 4π ε0 ഇൻറ്റു പിന്നെ അവിടെ എന്തുണ്ട്? ഒരു V ഉണ്ട്. ഇവിടുന്ന് ഒരു R കൂടി LHSലേക്ക് വരേണ്ടത് അല്ലേ. അപ്പോൾ V × R. ഇതിന് വാല്യൂ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം? ചാർജും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ചാർജ് എങ്ങനെ കിട്ടാൻ? ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം V എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത 10 ജൂൾ പെർ കൂളം ആണ്. അപ്പോൾ 10 ഇൻറ്റു ഇതിൻ്റെ കൂടെ വരുന്നത് R ആണ്. R-ന്റെ വാല്യൂ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാണത്? 0.5 ആണ്. ഓൾ ഡിവൈഡ് ബൈ ഓക്കെ ഇങ്ങനെ ഡിവൈഡ് ബൈ വരുന്നു. 4π ε0 വാല്യൂ കൊടുക്കണം അല്ലേ. 1/4π ε0 വാല്യൂ നമുക്കറിയാം എത്രയാ? 9 × 10⁹. അപ്പോൾ 4π ε0 വാല്യൂ എത്ര ആയിരിക്കും? 1/9 × 10⁹ ആയിരിക്കും അല്ലേ. അതാണ് ബൈ എന്ത് എഴുതിയത്? 9 × 10⁹. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇതായിരിക്കും 0.55 × 10⁻⁹ കൂളം എന്നാണ് ആൻസർ കിട്ടുക അല്ലേ. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇതാണ് 0.55 × 10⁻⁹ കൂളം. അപ്പോൾ നോക്കൂ, നമുക്ക് നേരിട്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനല്ല ഉണ്ടായത്. നേരെ മറിച്ച് നമുക്കൊരു ചാർജ്, ആ ചാർജിൽ നിന്നൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെയുള്ള ഫീൽഡും പൊട്ടൻഷ്യലും തന്ന് ആ ചാർജ് എത്രയാണ്, ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ ഫീൽഡിൻ്റെയും പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് ആദ്യം എന്ത് കണ്ടു? ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തു. ഡിസ്റ്റൻസ് 0.5 മീറ്റർ എന്ന് കിട്ടി. ആ ഡിസ്റ്റൻസ് ഉപയോഗിച്ച് നമുക്ക് ഫീൽഡിൻ്റെയോ അല്ലെങ്കിൽ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, 27 drops of mercury are charged to the same potential of 10 volt. What will be the potential if all the charged drops are combined to form
1 large drop. ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും തന്നിട്ടില്ല അല്ലേ, പക്ഷെ ക്വസ്റ്റ്യൻ നമ്മൾ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കാം. അപ്പം 27 മെർക്കുറി ഡ്രോപ്സ് ഉണ്ട്. ആ 27 മെർക്കുറി ഡ്രോപ്സിൽ ഓരോന്നിൻ്റെയും പൊട്ടൻഷ്യൽ എത്രയാണ്? 10 വോൾട്ട് ആണ് അല്ലേ. നമുക്ക് കാണേണ്ടത് ഈ 27 മെർക്കുറി ഡ്രോപ്സ് കൂടി നമ്മൾ കമ്പൈൻ ചെയ്തത് ഒരു വലിയ ഡ്രോപ്പ് ആക്കി മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എത്ര ആയിരിക്കും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ അറിയാം, അങ്ങനത്തെ 27 കമ്പൈൻ ചെയ്താൽ ആ സിംഗിൾ ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ 27 ടൈംസ് ഓഫ് പൊട്ടൻഷ്യൽ എന്നുള്ള കൺസെപ്റ്റിലേക്കോ ചിലപ്പോൾ എത്തിച്ചേർന്നേക്കാം. അപ്പോൾ 270 വോൾട്ട് എന്നുള്ള കൺസെപ്റ്റിലേക്കും, പക്ഷെ അങ്ങനെയല്ല കാണേണ്ടത്. നോക്കൂ, അതിൽ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഒരു ഡ്രോപ്പിന് 10 വോൾട്ട് ആണെങ്കിലും 27 ഡ്രോപ്പ് കൂടി ചേരുമ്പോൾ അതിൻ്റെ റേഡിയസ് 27 മടങ്ങായി മാറുന്നില്ല എന്നുള്ളതാണ് അല്ലേ. പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, നോക്കൂ, V ഈക്വൽ ടു എത്രയാണ്? 1/4π എപ്സിലോൺ 0 Q/R. ഇതിൻ്റെ ആൻസർ ആണ് നമുക്ക് തന്നുള്ളത് എന്ത്? 10 വോൾട്ട്. ആ ചെറിയ ഡ്രോപ്പിൻ്റെ അല്ലേ. അപ്പോൾ ചെറിയ ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിലൊരു പർട്ടിക്കുലർ ചാർജ് ഉണ്ടാവും, ഒരു റേഡിയസ് ഉണ്ടാവും. അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? 10 വോൾട്ട്. അപ്പോൾ ഇനി ഇത് കമ്പൈൻ ചെയ്ത് ഉണ്ടാവുന്ന ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ V ഡാഷ് എന്ന് കൊടുത്തു. V ഡാഷ് എങ്ങനെ ചെയ്താൽ V ഡാഷ് ഇസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 ക്യാപിറ്റൽ Q/R ആണ് കാണേണ്ടത് അല്ലേ. എന്താ ക്യാപിറ്റൽ Q? ഈ 27 ഡ്രോപ്പ് കൂടി ചേർന്നാൽ ആ ഡ്രോപ്പിൽ ഉണ്ടാകുന്ന ടോട്ടൽ ചാർജ് എത്രയാണ്? അതാണ് ക്യാപിറ്റൽ Q. R എന്താണ്? ഈ 27 ഡ്രോപ്പ് കൂടി ചേരുമ്പോൾ അതിൻ്റെ റേഡിയസ് എത്ര ആയി മാറിയിട്ടുണ്ടാവും? ആ പുതിയ റേഡിയസ് ആണ് ആറിന് കൊടുക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ക്യാപിറ്റൽ Q നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ ക്യാപിറ്റൽ Q ഈക്വൽ ടു എത്രയായിരിക്കും? 27 ഇൻറ്റു സ്മോൾ q ആയിരിക്കും. ഉറപ്പല്ലേ, ഒരു ചെറിയ ഡ്രോപ്പിന് സ്മോൾ q ചാർജ് ഉണ്ടെങ്കിൽ അത് കൂടി ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നെറ്റ് ചാർജ് ആഡ് ചെയ്യുക എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 27 ഇൻറ്റു q ആയിരിക്കും. ഇനി പുതിയ ഡ്രോപ്പിൻ്റെ റേഡിയസ് കാണുക എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ 27 ഡ്രോപ്പ് കൂടി ചേരുമ്പോൾ 27 മടങ്ങായി മാറുന്നത് എന്താണ്? അതിൻ്റെ വോള്യം ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ മാസ് ആയിരിക്കും. ഏത് രീതിയിൽ എടുക്കാം? അപ്പോൾ വോള്യം എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കാം. വോള്യം 27 മടങ്ങായി ഉണ്ടാവും എന്തായാലും, കാരണം എന്താ? അത്രയും വോള്യം ആഡ് ചെയ്യപ്പെട്ടല്ലോ. അപ്പോൾ വോള്യം എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ആ ചെറിയ ഡ്രോപ്പിൻ്റെ വോള്യത്തിൻ്റെ 27 മടങ്ങായിട്ടുണ്ടാവും വലിയ ഡ്രോപ്പിന്. വലിയ ഡ്രോപ്പിൻ്റെ വോള്യം നമുക്ക് എന്ത് ചെയ്യാം? സ്പെറിക്കൽ ഡ്രോപ്പാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. 4/3π r³ അല്ലേ, ക്യാപിറ്റൽ R³ ഈക്വൽ ടു എത്ര ആയിരിക്കും? 27 ഇൻറ്റു 4/3π ഇൻറ്റു സ്മോൾ r³ ആയിരിക്കും അല്ലേ. സ്മോൾ r എന്തായിട്ട് അസ്യൂം ചെയ്യാം? നമുക്ക് ചെറിയ ഡ്രോപ്പിൻ്റെ റേഡിയസ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്തായാലും വലിയ ഡ്രോപ്പിൻ്റെ വോള്യം ചെറിയ ഡ്രോപ്പിൻ്റെ വോള്യത്തിൻ്റെ 27 മടങ്ങായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്ത് നോക്കൂ. 4/3π. ബാക്കി എന്താ ഉള്ളത് നോക്കൂ? R ഈക്വൽ ടു എന്താണ് ഇവിടെ? R ഈക്വൽ ടു ക്യൂബ് റൂട്ട് എടുക്കണം അല്ലേ. ക്യൂബ് റൂട്ട് ഓഫ് 27 ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് r³ എടുത്താൽ എന്താ കിട്ടുക? R. 27ൻ്റെ ക്യൂബ് റൂട്ട് നമുക്കറിയാം എത്രയാണത്? 3 ആണല്ലേ. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ആണല്ലോ 27. അങ്ങനെയാണെങ്കിൽ R ഈക്വൽ ടു നമുക്ക് ആൻസർ കിട്ടി എത്രയാണ്? 3 ഇൻറ്റു R. നോക്കൂ, ഈ 27 ഡ്രോപ്പ് കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടായ വലിയ ഡ്രോപ്പിന് എത്ര റേഡിയസേ ഉള്ളൂ? അതിൽ ഒരു ചെറിയ ഡ്രോപ്പിൻ്റെ 3 മടങ്ങ് റേഡിയസേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെ ആൻസർ കിട്ടുക ദാറ്റ് ഇസ് ഈക്വൽ ടു നോക്കൂ 1/4π എപ്സിലോൺ 0 ക്യാപിറ്റൽ Q നമ്മൾ പറഞ്ഞു എത്രയാണ്? Q ഇൻറ്റു 27. ഞാൻ എഴുതാം Q ഇൻറ്റു എത്രയാണ്? 27. ആറിൻ്റെ വാല്യൂ എത്രയാ? 3 ഇൻറ്റു R. എന്ന് ഞാൻ R ഇൻറ്റു 3 എന്ന് എഴുതാം അല്ലേ. R ഇൻറ്റു 3 എന്ന് എഴുതാം. എന്തിനു വേണ്ടി അങ്ങനെ എഴുതി നോക്കൂ? നമുക്ക് V ഡാഷ് എന്ന് പറയുന്ന പുതിയ പൊട്ടൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലേ. പക്ഷേ ഇതിൽ നമ്മൾ നേരത്തെ V ഈക്വൽ ടു എഴുതിയിരുന്നു, ചെറിയ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എഴുതിയിരുന്നല്ലോ. എന്താ? 1/4π എപ്സിലോൺ 0 Q/R. ആ ഇക്വേഷൻ ഇവിടെ വന്നിട്ടില്ല നോക്കൂ. 1/4π എപ്സിലോൺ 0 Q/R. ഈ 1/4π എപ്സിലോൺ 0 Q/Rന്റെ വാല്യൂ നമുക്കറിയാം. അതാണ് എത്രയാ? 10 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എങ്ങനെ കാണാം? ദാറ്റ് ഇസ് ഈക്വൽ ടു 10 അല്ലേ. ഞാൻ ഈ മാർക്ക് ചെയ്ത ഭാഗത്തിന്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 10 വോൾട്ട്. ബാക്കി എന്താണ് അവിടെ? 27/3 ദാറ്റ് ഇസ് ഈക്വൽ എത്രയാണ്? 9. അങ്ങനെയാണെങ്കിൽ ആൻസർ എത്ര കിട്ടി? 90 വോൾട്ട്.
ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇത്തരം ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് ഓർമ്മ വരണം. നമ്മൾ ചെയ്തത് ഒരു ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ എഴുതി, അത് നമുക്ക് തന്നിട്ടുണ്ട് 10 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് അത്തരം എണ്ണം കൂടി ചേർന്നാൽ അല്ലെങ്കിൽ 27 എണ്ണം കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഇക്വേഷൻ എഴുതി. അവിടെ എന്തൊക്കെ ആവശ്യം വന്നു? പുതിയ ഡ്രോപ്പിൻ്റെ ചാർജും റേഡിയസും. ആ ചാർജും റേഡിയസും നമ്മൾ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഫൈനൽ ആൻസർ കിട്ടി എത്രയാണ്? 90 വോൾട്ട്സ്. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് വരുമ്പോൾ ശ്രദ്ധിക്കുക, നേരിട്ട് ആൻസറിലേക്ക് പോകാതെ, അല്ലെങ്കിൽ ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ ആയി വരുമ്പോൾ ആദ്യമേ 27 ടൈംസ് ഓഫ് ദ ഒറിജിനൽ പൊട്ടൻഷ്യൽ എന്നോ അങ്ങനെ പോകരുത്. അതുപോലെ റേഡിയസ് എന്നുള്ളത് 27 ടൈംസ് ആയിട്ട് പോകുന്നതായിട്ടോ ഒന്നും എടുക്കരുത്. അതിൻ്റെ കൺസെപ്റ്റാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ, 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2 point charges 3 into 10 raised to minus 8 coulomb and minus 2 into 10 raised to minus 8 coulomb are located 15 centimeter apart. At what point on the line joining the two charges is the electric potential 0? അപ്പോൾ 2 point charges തന്നിട്ടുണ്ട്. 3 into 10 raised to minus 8 coulomb, അതുപോലെ രണ്ടാമത്തത് minus 2 into 10 raised to minus 8 coulomb. അപ്പോൾ തമ്മിലുള്ള സെപ്പറേഷൻ തന്നിട്ടുണ്ട് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ആ 2 പോയിന്റ് ചാർജുകൾക്കിടയിലുള്ള ലൈൻ ജോയിനിങ്ങിൽ എവിടെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 0 ആവുന്നത് എന്ന ക്വസ്റ്റ്യൻ അല്ലേ? ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫീൽഡ്, 2 ചാർജുകൾക്കിടയിൽ എവിടെയാണ് ഫീൽഡ് 0 എന്നുള്ള കൺസെപ്റ്റൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇപ്പോൾ 2 ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ Q1 അതുപോലെ Q2 എന്ന് മാർക്ക് ചെയ്തു. Q1 ആൻഡ് Q2. ഇവക്കിടയിലുള്ള ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഇവക്കിടയിലുള്ള ലൈൻ ജോയിനിങ്ങിൽ എവിടെയാണ് പൊട്ടൻഷ്യൽ 0 ആവുന്നതെന്ന് നമുക്ക് ഒന്ന് 3 ആണ്, ഒന്ന് 3 ആണ്, 2 ആണ് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും സെൻറ്ററിലാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ് P. ഈ പോയിന്റിൽ പൊട്ടൻഷ്യൽ എത്രയാണ്? 0 ആണ് അസ്യൂം ചെയ്യാം. എങ്കിൽ ആ പോയിന്റിലേക്ക് Q1-ൽ നിന്നും എത്ര ദൂരം ഉണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കൂ, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് വന്നിട്ട് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ അല്ലേ? 15 സെൻറ്റിമീറ്റർ. നമുക്ക് കാണേണ്ട ഈ ഡിസ്റ്റൻസ് ഞാൻ എക്സ് എന്ന് കൊടുത്തു. നമുക്ക് എക്സ് ആണ് കാണേണ്ടത്. Q1-ൽ നിന്നും എത്ര അകലെയാണ്? Q2-ൽ നിന്നും കാണാം. നമ്മളിവിടെ Q1-ൽ നിന്ന് എത്ര ദൂരമാണെന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ. ഇനി ഇക്വേഷൻ എഴുതാം നമുക്ക്. എന്താ ഇക്വേഷൻ? പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് ഈക്വൽ ടു 0 എന്നാണ്. എങ്ങനെ പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് കാണുക? V ഈക്വൽ എത്രയായിരിക്കും? V1 പ്ലസ് V2 ആയിരിക്കും അല്ലേ? എന്തുകൊണ്ടാ? ഒന്നിലധികം ചാർജുള്ള ഒരു സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ കാണാൻ നമ്മൾ പഠിച്ചു. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. പൊട്ടൻഷ്യലുകൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണെന്ന് പറയുന്നത്? 0 ആവുന്നില്ല. അപ്പോൾ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ ഞാൻ V എന്നെടുത്ത് ആ Vയുടെ ആൻസർ എത്രയാണ്? 0. ഈ കൺസെപ്റ്റിൽ നിന്ന് വേണം നമുക്ക് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇക്വേഷൻ എഴുതി നോക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/4πε0 അല്ലേ? V1 എന്ന് പറയുമ്പോൾ Q1-ൽ നിന്ന് എക്സ് ദൂരത്ത്, അപ്പോൾ Q1/x ദെൻ പ്ലസ് അടുത്തത് എത്രയാ? Q2 ചാർജ് അല്ലേ? Q2 ബാക്കി എത്ര ഡിസ്റ്റൻസാ നോക്കൂ. ഈ ബാക്കിയുള്ള ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 15 - x ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ നോക്കൂ, 15 - x അല്ലെങ്കിൽ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 0.15 - x അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു എത്രയാ? 0. അപ്പോൾ എന്ത് കിട്ടി നോക്കൂ, 1/4πε0 Q1/x പ്ലസ് Q2/0.15 - x ഈക്വൽ ടു 0. ഇതിൽ x കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ വാല്യൂ നമുക്ക് ഈക്വൽ ടു 0 എന്ന് എടുക്കാം. കാരണം 1/4πε0 is not equal to 0. Then Q1/x plus Q2/0.15 - x ഈക്വൽ ടു എത്ര കിട്ടി? 0. ഇനി വാല്യൂ കൊടുത്ത് നോക്കാം. വാല്യൂ എന്താ നോക്കൂ, Q1-ൻ്റെ വാല്യൂ എത്രയാണ്? 3 × 10⁻⁸ 3 × 10⁻⁸/x പ്ലസ് നോക്കൂ Q2-ൻ്റെ വാല്യൂ എത്രയാണ്? -2 × 10⁻⁸/0.15 - x
അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു എത്ര കിട്ടി? ദാറ്റ്സ് ഈക്വൽ ടു 0 അല്ലേ? പൊട്ടൻഷ്യലിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ സിംപ്ലി ആഡ് ചെയ്താൽ മതി, പക്ഷേ എന്ത് കൊടുക്കണം? ചാർജിന് സൈൻ കൊടുക്കണം ആഡ് ചെയ്യുമ്പോൾ അല്ലേ? പ്ലസ് ചാർജിന് പ്ലസ് സൈനും മൈനസ് ചാർജിന് മൈനസ് സൈനും കൊടുക്കണം. നോക്കൂ, ഈ മൈനസ് ഇവിടെ വരില്ലേ? അപ്പോൾ ഈ ടേമിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം, അപ്പോൾ പ്ലസ് ആയിക്കോളും. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായി മാറി? 3 × 10⁸ ബൈ എക്സ് ഈസ് ഈക്വൽ ടു ഈ ടേമിനെ അല്ലേ RHSലേക്ക് കൊണ്ടുപോയത് പ്ലസ് ആവുമ്പോൾ 2 × 10⁻⁻8 ബൈ 0.15 മൈനസ് എക്സ്. അപ്പോൾ എന്ത് ക്യാൻസൽ ചെയ്ത് പോകും നോക്കൂ, ഇവിടെ 10⁻⁻8 10⁻�8 ക്യാൻസൽ ചെയ്തു. ഇനി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ കിട്ടും നോക്കൂ, 3 × അല്ലേ ഈ ടേം കൊണ്ട് വരും 0.15 മൈനസ് എക്സ് ഈക്വൽ ടു എത്ര വരും? ഇവിടെ 2 ബാക്കിയുള്ളിൽ ഈ എക്സ് അങ്ങോട്ട് പോയത് കിട്ടി 2x കിട്ടി. ഓക്കെ, ഇതിൽ നമുക്ക് എക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. എന്ത് ചെയ്യാം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും 3 × 0.15 മീൻസ് 0.45 മൈനസ് 3 × x ദാറ്റ്സ് ഈക്വൽ എത്ര കിട്ടി? 2 × x. അപ്പോൾ 0.45 ഈക്വൽ ടു 2x. ഈ മൈനസ് ആവുകൊണ്ട് ഉണ്ടാവും പ്ലസ് ആവില്ലേ? 2x പ്ലസ് 3x എത്ര ആവും? 5x അല്ലേ? 5x. Therefore, the final answer is x is equal to എത്ര കിട്ടി? 0.45 by 5 that's equal to എത്ര കിട്ടി നോക്കൂ? 0.45 by 5 means 0.09 meter or that is equal to 9 centimeter. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ചെയ്തത് ഓർക്കുക. ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് ഈസ് ഈക്വൽ ടു പി എന്നുള്ള കൺസെപ്റ്റ് എടുത്തു. ഓക്കെ, ദെൻ ഓരോ ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എഴുതി, അതിന് ആൻസർ 0 കൊടുത്തു. അതിൽ 1/4πε0 മാറ്റി നിർത്തി, ബാക്കിയുള്ള വാല്യൂവിൻ്റെ ആൻസർ എത്ര ആയിരിക്കും? 0 ആയിരിക്കും നമ്മൾ പറഞ്ഞു. ദെൻ അതിൽ നിന്ന് നമ്മൾ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ എക്സിൻ്റെ വാല്യൂ കിട്ടിയ എത്രയാണ്? 9 സെൻറ്റിമീറ്റർ ഫ്രം ദ ചാർജ് Q1. ഈ രീതിയിലാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതേ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഫീൽഡിൻ്റെ കേസിലും നമ്മൾ ഫോഴ്സിൻ്റെ കേസിലൊക്കെ ചെയ്തതാണ്. അതേ കൺസെപ്റ്റ് എടുക്കുക. അവിടെ നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? അവിടെ നമ്മൾ ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ എന്നുള്ളത് എന്ത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം? ഫീൽഡിൻ്റെയോ ഫോഴ്സിൻ്റെയോ ഒക്കെ ഡയറക്ഷൻ വെച്ച് കണ്ടുപിടിച്ച് പിന്നെ നമ്മൾ ചാർജിന് സൈൻ അസൈൻ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ സിംപ്ലി ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ചാർജസിന് സൈൻ കൊടുത്തുകൊണ്ട് വേണം ആഡ് ചെയ്യാൻ. എങ്കിൽ നമുക്ക് ഫൈനൽ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ചു നോക്കാം. A short electric dipole has a dipole moment 4 × 10⁻⁹ coulomb meter. Determine the electric potential due to the dipole at a point distant 0.3 meter from the center of a dipole situated on A axial line, B on the equatorial line and C on a line making an angle of 60 degree with the dipole. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ മനസ്സിലാവും ഇത് ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷനുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം ആണ് അല്ലേ? 3 ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ഡൈപോളിനെ കുറിച്ചുള്ള എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെന്റ് തന്നിട്ടുണ്ട്. P ഈക്വൽ ടു എത്രയാണ്? 4 × 10⁻⁹. അതുപോലെ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് കാണേണ്ട പോയിന്റിലേക്ക് ഡൈപോളിൻ്റെ സെൻട്രൽ നിന്ന് എത്ര ദൂരാന്ന് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.3 മീറ്റർ. ദെൻ ആ പോയിന്റ് ഡൈപോളിൻ്റെ സെൻട്രൽ നിന്നും 0.3 മീറ്റർ ഉള്ള പോയിന്റ് എവിടേക്കാണ്? ഒന്നാമതായി കണ്ട പോയിന്റ് ആക്സൽ ലൈനിലാണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്? ആ പോയിന്റ് ഇക്വറ്റോറിയൽ ലൈനിലാണെങ്കിൽ പൊട്ടൻഷ്യൽ എത്രയാണ്? ആ പോയിന്റ് അതിൻ്റെ ഡൈപോളിൻ്റെ ആക്സിസുമായിട്ട് 60 ഡിഗ്രി ഉണ്ടാക്കുന്ന ഒരു പോയിന്റ് ആണെങ്കിൽ അത് അവിടെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? ഈ 3 കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ പ്രോബ്ലത്തിലെ ഗിവൺ വാല്യൂസ് നമ്മൾ പറഞ്ഞു. ദ ഡൈപോൾ മൊമെന്റ് P ഈക്വൽ ടു 4 × 10⁻⁹. അതുപോലെ ഡിസ്റ്റൻസ് ടു ദ പോയിന്റ് R ഈക്വൽ ടു എത്രയാണ്? 0.3 മീറ്റർ. നമുക്ക് ആ സ്ഥലത്ത് പൊട്ടൻഷ്യൽ കാണണം. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോളിൻ്റെ ഇക്വേഷൻ പഠിച്ചിരുന്നു. V ഈസ് ഈക്വൽ ടു 1/4πε0 P cos theta by R² - A² cos² theta.
അല്ലേ? ഇങ്ങനെ ഇക്വേഷൻ ലാസ്റ്റ് നമ്മൾ എത്തിച്ചേർന്നു. ജനറൽ ഇക്വേഷൻ എന്താ? ജനറൽ ഇക്വേഷൻ പി ഡൈപോൾ മൊമെന്റ് ഉള്ള ഡൈപോളിൽ നിന്ന് അല്ലേ ആർ ഡിസ്റ്റൻസ് അകലെയുള്ള പൊട്ടൻഷ്യൽ. എന്താ ആറിന്റെ പ്രത്യേകത? ആർ എന്ന് പറഞ്ഞത് നമ്മൾ എടുത്തിരുന്ന് നോക്കൂ, ഒരു ഡൈപോള്, ആ ഡൈപോളിന്റെ സെന്ററിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ്, ഈ ആംഗിൾ ആണെന്ത് തീറ്റ എങ്കിൽ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ കാണുന്ന ഇക്വേഷൻ ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത് അല്ലേ? നമ്മൾ ഇങ്ങനത്തെ കേസിലൊക്കെ ഒരു അപ്രോക്സിമേഷൻ എടുക്കാറുണ്ട്. എന്താണ് ദിസ് എ എന്ന് പറഞ്ഞാൽ എന്താ? ദ ഡിസ്റ്റൻസ് ഡൈപോൾ ലെങ്ത് ഈസ് റെപ്രസെന്റഡ് ആസ് 2a. അപ്പോൾ അതിന്റെ പകുതിയാണ് എ. എ ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ ആർ. ദെൻ വി ക്യാൻ നെഗ്ലെക്റ്റ് എ അല്ലേ? എ നമുക്ക് നെഗ്ലെക്റ്റ് ചെയ്യാം, കാരണം ആറുമായി കമ്പയർ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്നത് വെരി വെരി സ്മോൾ ആണ്. അങ്ങനെ ഇക്വേഷൻ നമ്മൾ എന്ത് എഴുതാം? വി ഈക്വൽ ടു എന്ത് എഴുതാം? 1/4 എപ്സിലോൺ 0 പി കോസ് തീറ്റ ബൈ എന്ത് എഴുതാം? നമുക്ക് വേണമെങ്കിൽ ആർ സ്ക്വയർ. അപ്പോൾ ഈ ഇക്വേഷൻ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. എന്തുകൊണ്ട്? എന്ത് നെഗ്ലെക്റ്റ് ചെയ്താൽ എ ആറുമായി കമ്പയർ ചെയ്യുമ്പോൾ വെരി സ്മോൾ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഡൈപോളിന്റെ പല ഭാഗങ്ങളും നമ്മൾ എടുക്കാറുണ്ട്. ആ രീതിയിൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ ഷോർട്ടായിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ വെച്ച് വേണം നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. അല്ലെ? എ പാർട്ട് എന്തായിരുന്നു നോക്കൂ. എ പാർട്ട് നമുക്ക് കാണേണ്ടത് ഈ പോയിന്റ് ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ കാണാനാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എത്ര എഴുതും? വി ഈക്വൽ ടു 1/4 എപ്സിലോൺ 0. ആക്സിയൽ ലൈനിലാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസ് തീറ്റയുടെ വാല്യൂ 1 ആയിരിക്കും, കാരണം ആംഗിൾ 0 ആണ് അല്ലേ? ആ ലൈന് ആക്സുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? 0 ആണ്. അങ്ങനെ കോസ് 0 1 ആണ്. ഇക്വേഷൻ എന്തായി മാറും? പി ബൈ ആർ സ്ക്വയർ. ദെൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 9 ഇൻറ്റു 10⁻⁹ അല്ലേ? 1/4 എപ്സിലോൺ 0ന്റെ വാല്യൂ. പിയുടെ വാല്യൂ നമുക്കറിയാം 4 ഇൻറ്റു 10⁻⁻9. ദെൻ ആർ സ്ക്വയർ നമുക്കറിയാം 0.3 സ്ക്വയർ. അപ്പോൾ ഇതിൽ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. ദാറ്റ്സ് ഈക്വൽ ടു 400 വോൾട്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ചെയ്തു നോക്കുക. ചെയ്താൽ സിമ്പിൾ സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ് 400 വോൾട്ട്. ഇനി ബി പാർട്ട് എന്തായിരുന്നു? പൊട്ടൻഷ്യൽ ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ. നമുക്കറിയാം ഇക്വറ്റോറിയൽ ലൈനിൽ ആംഗിൾ തീറ്റ ഈക്വൽ ടു എത്രയാണ്? 90 ആണ്. ഇവിടെ തീറ്റ 90 ആയാൽ, അല്ലെങ്കിൽ ഇവിടെ തീറ്റ 90 ആയാൽ കോസ് 90 0 ആണ്. അങ്ങനെയെങ്കിൽ പൊട്ടൻഷ്യൽ ഈക്വൽ ടു എത്ര ആയിരിക്കും? 0. നമ്മൾ ഡെറിവേഷന്റെ സമയത്തെ പഠിച്ചൊരു കൺസെപ്റ്റ് ആണ് എന്ത്? ഒരു ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ ലൈനിലെ ഏതൊരു പോയിന്റ് എടുത്താലും അവിടെയൊക്കെ പൊട്ടൻഷ്യൽ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ് ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ വി ഈക്വൽ എത്രയാണ്? 0. ഇനി സി എന്ന് പറയുന്നത് ഒരു ജനറൽ പോയിന്റ് ആണ്. ആക്സിയൽ ലൈനിലോ ഇക്വറ്റോറിയൽ ലൈനിലോ അല്ലാത്തൊരു പോയിന്റ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഇക്വേഷൻ എടുക്കാം. അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? വി ഈക്വൽ ടു 9 ഇൻറ്റു 10⁻⁹. ദെൻ ഇവിടെ എന്താണ്? പി ഇൻറ്റു കോസ് തീറ്റ. പിയുടെ വാല്യൂ നമ്മൾ അറിഞ്ഞു 4 ഇൻറ്റു 10⁻⁻9 ഇൻറ്റു കോസ് 60 ഡിവൈഡഡ് ബൈ 0.3 സ്ക്വയർ. ഓക്കെ, ഇതേ വാല്യൂ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര ആയിരിക്കും കിട്ടുക? ദാറ്റ്സ് ഈക്വൽ ടു 200 വോൾട്ട് ആണ് അല്ലേ? പ്രത്യേകിച്ച് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇതേ വാല്യൂ തന്നെയാണ് ഇതും. ഇവിടെ എക്സ്ട്രാ ഉള്ള എന്താ? കോസ് 60 ആണ്. നമുക്കറിയാം കോസ് 60 എത്രയാണ്? 1/2 ആണെന്ന്. അപ്പോൾ കിട്ടിയ വാല്യൂവിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ എത്തിച്ചേരാൻ പറ്റും. എത്രയായിരിക്കും? 200 വോൾട്ട്. അപ്പോൾ നോക്കൂ, ഇത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോളുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആയിരുന്നു അല്ലേ? നമുക്ക് ഡൈപോൾ മൊമെന്റും നമുക്ക് കാണേണ്ട പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നിരുന്നു. ദെൻ 3 കേസാണ് ചോദിച്ചത്. ഒന്ന്, ആ പോയിന്റ് ആക്സിയൽ ലൈനിലാണെങ്കിൽ നമുക്ക് കാണേണ്ട ഇക്വേഷൻ നമുക്കറിയാം, അത് വെച്ച് നമുക്ക് കിട്ടിയ ആൻസർ 400 വോൾട്ട്. ദെൻ ഇക്വറ്റോറിയൽ ലൈനിലെ ഏതൊരു പോയിന്റിലെയും പൊട്ടൻഷ്യൽ 0 ആണ്. ദെൻ അറ്റ് എനി പോയിന്റ് making an angle theta, equation is 1/4 p cos theta by r square ആണ് നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. ദെൻ അതിൽ നിന്ന് നമ്മൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ പോയിന്റിലെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. എത്രയായിരുന്നു? 200 വോൾട്ട്. അപ്പോൾ പൊട്ടൻഷ്യലുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തു വരുന്നത്. നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്ത് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: calculate the voltage needed to balance an oil drop carrying 10 excess electrons, 10 electrons when located between the plates of a capacitor which are 5 millimeter apart. Question നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? G equal to 10 meter per second square. അതുപോലെ the mass of oil drop is 3 into 10⁻⁻16 kilogram. നോക്കൂ,
പൊട്ടൻഷ്യലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റാണ്. പക്ഷേ കപ്പാസിറ്റർ കൂടി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി വരുന്നൊരു പ്രോബ്ലമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെടുക്കാം. അപ്പോൾ ഒരു കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയിൽ ഒരു ഓയിൽ ഡ്രോപ്പ് ബാലൻസ്ഡായി നിൽക്കാൻ നമ്മൾ ആ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയിൽ കൊടുക്കേണ്ട വോൾട്ടേജ് എത്രയാണെന്ന ക്വസ്റ്റ്യൻ. അപ്പം അങ്ങനെ പെട്ടെന്ന് നമുക്ക് ചോദിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടില്ല. അപ്പോൾ ഞാനൊരു പിക്ചർ ഇവിടെ വരയ്ക്കാം. ഒരു കപ്പാസിറ്റർ ഈ രീതിയിൽ വെക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. ഇവിടെ നമുക്കൊരു പോസിറ്റീവ് പ്ലേറ്റ്, അതുപോലെ ഇതെന്താ നെഗറ്റീവ് പ്ലേറ്റ്. ഇനി ഇവക്കടിയിലെ ഡിസ്റ്റൻസ് നമുക്ക് തന്നില്ലേ, ഈ ഡി നമുക്ക് തന്നിട്ടുണ്ട്. ഡി ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുള്ളത്? നമുക്ക് 5 മില്ലിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലേ. 5 മില്ലിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ കപ്പാസിറ്റർ ഒരു ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ഇവിടുന്ന് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇങ്ങനെ ഒരു ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിൽ ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ഈ ഫീൽഡിലാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്, ഈ ഫീൽഡിലാണ് ഓയിൽ ഡ്രോപ്പ് ഇരിക്കുന്നത് അല്ലേ. ഇനി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. കാൽക്കുലേറ്റ് ദ വോൾട്ടേജ് നീഡഡ് അല്ലേ. ഈ പ്ലേറ്റുകൾക്കിടയിൽ എത്ര വോൾട്ടേജ് കൊടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ആ പ്ലേറ്റുകൾക്കിടയിൽ ഡെവലപ്പ് ചെയ്യേണ്ട പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? എന്തിന്? ടു ബാലൻസ് ആൻ ഓയിൽ ഡ്രോപ്പ് ക്യാരിയിങ് 10 ഇലക്ട്രോൺസ് when located between the plates of a capacitor which are 5 millimeter apart. ഓക്കെ, മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഓയിൽ ഡ്രോപ്പ് ഇവിടെ നിൽക്കണമെങ്കിൽ, വീഴാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് എന്തുണ്ടാവും? അതിൻ്റെ വെയിറ്റ് ആയ mg ഉണ്ടാവും അല്ലേ. നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ചെയ്തപ്പോൾ ആ സമയത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി സിമിലർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഈ mg എന്ന് പറയുന്ന വെയിറ്റിനെ ഇവിടെ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിൽ ഡെവലപ്പ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് ആ ചാർജഡ് ബോഡിയുമ്പോൾ കൊടുക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റണം? ബാലൻസ് ചെയ്യാൻ പറ്റണം. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ? Q × E. അപ്പോൾ അങ്ങനെ ബാലൻസ് ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്? നമ്മൾ പലപ്പോഴും എഴുതാറുള്ളതാണ്. എന്താണ്? ഗിവൺ കണ്ടീഷൻ ഈസ് mg = എത്രയാണ്? Q × E. അപ്പോൾ ഈ ഓയിൽ ഡ്രോപ്പിന്റെ വെയിറ്റിനെ എന്ത് വെച്ച് ബാലൻസ് ചെയ്യാൻ പറ്റണം? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വെച്ച് ബാലൻസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഇവിടെ ആ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട വോൾട്ടേജ് എത്രയാണെന്ന്. ഓക്കെ, അപ്പോൾ ഈ ഫീൽഡ് അല്ല ചോദിച്ചിട്ടുള്ളത്, എന്താണ്? വോൾട്ടേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫീൽഡിനെയും വോൾട്ടേജിനെയും റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു ഇക്വേഷൻ വേണമെന്ന് ഉറപ്പായി. നമ്മൾ ഈ കപ്പാസിറ്ററിന്റെ ഡെറിവേഷൻ ചെയ്തത് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റി കാണുന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കേസാണ്. എന്താണ്? ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V = എന്താണ്? E × D ആണ് അല്ലേ. ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മേക്ക് ചെയ്ത രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ഫീൽഡിനെ ആ പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്താം. നോക്കൂ, mg = ഈ ബാലൻസിങ് കണ്ടീഷനിൽ നമുക്ക് Q × Eക്ക് പകരം എന്ത് കൊടുക്കാം? നോക്കൂ, Eക്ക് പകരം V/D എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാലൻസിങ് കണ്ടീഷൻ എന്തായി മാറി? mg = Q × V/D ആയി അല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. നമുക്ക് ഈ വോൾട്ടേജ് മാത്രമേ തരാത്തുള്ളൂ. നോക്കൂ, m എന്ന് പറയുന്ന മാസ് നമുക്ക് തന്നിട്ടുണ്ട്. 3 × 10⁻16 കിലോഗ്രാം. ജിയുടെ വാല്യൂ 10 എടുക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ Q എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഓയിൽ ഡ്രോപ്പിന്റെ ചാർജ് ആണ്. ചാർജ് കാണാൻ എളുപ്പമാണ്. 10 ഇലക്ട്രോൺസ് ആണ്. നമുക്കത് എക്സസ് ഇലക്ട്രോൺസ് ഉള്ള കൺസെപ്റ്റിൽ എടുക്കാം. അപ്പോൾ 10 × E ആണെന്ത്? Q. D തന്നിട്ടുണ്ട് അല്ലേ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് 5 മില്ലിമീറ്റർ. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റീസ് വെച്ച് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. പൊട്ടൻഷ്യൽ V കാൽക്കുലേറ്റ് ചെയ്യാം. Therefore V = എന്ത് വരും നോക്കൂ? V = mg × D അല്ലേ. D ഇങ്ങോട്ട് മുകളിലേക്ക് വരും. ബൈ എന്ത് വരും? Q. അപ്പോൾ ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. m നമ്മൾ തന്നിട്ടുണ്ട്. 3 × 10⁻16. then G നമ്മളോട് 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. then D ആണ്. D 5 മില്ലിമീറ്റർ ആണ്. that means 5 × 10⁻³ all divided by നോക്കൂ Q ആണ്. Q എന്ന് പറഞ്ഞാൽ 10 electrons mean 10 excess electrons. that means 10 × 1.6 × 10⁻19. then ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ ആയ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് വോൾട്ടേജ്? ഈ ഓയിൽ ഡ്രോപ്പിനെ ബാലൻസ് ചെയ്യാൻ ഈ കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിൽ എത്ര വോൾട്ടേജ് കൊടുക്കണം എന്ന് നമുക്ക് ഇതിൽ നിന്നും എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് ദാറ്റ്സ് ഈക്വൽ ടു 9.47 വോൾട്ട് എന്നാണ്. അതൊന്ന് സോൾവ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ കിട്ടും. വോൾട്ടേജ് ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ് V = എത്രയാണ്? 9.47 വോൾട്ട്.
അപ്പോൾ നോക്കൂ, അപ്പോൾ നമ്മളിവിടെ സോൾവ് ചെയ്തത് പൊട്ടൻഷ്യലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് കപ്പാസിറ്ററുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിൽ ഓയിൽ ഡ്രോപ്പിനെ സ്റ്റേബിളായി നിർത്താൻ വേണ്ട വോൾട്ടേജ് എത്രയാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കാറുള്ള ബാലൻസിങ് കണ്ടീഷനായ എന്ത് കൊടുത്തു? mg ഈക്വൽ ടു QA എന്ന് പറയുന്ന ബാലൻസിങ് കണ്ടീഷൻ കൊടുത്തു. എന്തായിരുന്നു? വെയിറ്റിനെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു എന്നുള്ള കണ്ടീഷൻ കൊടുത്തു. അവിടെ നമുക്ക് പൊട്ടൻഷ്യലാണ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അതുകൊണ്ട് ഫീൽഡിന് പകരം നമ്മൾ പൊട്ടൻഷ്യൽ എന്നുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏത് ഇക്വേഷൻ നിന്ന്? V ഈക്വൽ ടു E ഇൻറ്റു ഡി ഉപയോഗിച്ച് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ നിന്നും നമുക്ക് V കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചു. വിയുടെ ആൻസർ കിട്ടിയത് 9.47 വോൾട്ട് ആയിരുന്നു. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചെയ്തു നോക്കുക. നമ്മുടെ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിന്റെ ആദ്യ പാർട്ടായ പൊട്ടൻഷ്യൽ എന്നുള്ള ടേമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡയറക്റ്റ് പൊട്ടൻഷ്യൽ കാണാൻ, അതുപോലെ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യലും ഫീൽഡും തന്ന് നമ്മളോട് ആ ഡിസ്റ്റൻസും ചാർജോ കാണാൻ ചോദിച്ചു. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജുമായി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു അല്ലേ. രണ്ട് ചാർജിന്റെ ലൈൻ ജോയിനിങ്ങിൽ എവിടെയാണ് ടോട്ടൽ പൊട്ടൻഷ്യൽ 0 എന്നുള്ള പ്രോബ്ലം നമ്മൾ എന്ത് വെച്ചാണ് സോൾവ് ചെയ്തത്? പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ചു. അതുപോലെ അവസാനം നമ്മൾ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ് സോൾവ് ചെയ്തത്. അപ്പോൾ പ്രോബ്ലംസ് നന്നായിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ക്വസ്റ്റ്യൻ വായിച്ച് നന്നായിട്ട് അതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആക്കി ഇക്വേഷൻ സെലക്ട് ചെയ്ത് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നല്ല സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്തായാലും വരും ക്ലാസ്സുകൾ നമ്മൾ ഈ ചാപ്റ്ററിലെ തുടർന്നുള്ള ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.